പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഒരു മിലിറ്ററി സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനും സൗദിയും കൂടെ ഒരു വർഷം മുമ്പ് ഒരു സഖ്യം ഉണ്ടാക്കിയായിരുന്നു, ഈ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പോൾ ഇതിൽ അന്തർലീനമായിരിക്കുന്ന അപകടമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ സൂപ്പർ പവർ ആയിരിക്കുന്ന അല്ലെ ലോക പോലീസ് എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലും അല്ല എന്നുള്ള ഇറാൻ അമേരിക്ക വാർത്തെളിഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടും ഒരേ സമയം യുദ്ധം ചെയ്യാൻ മാത്രം യുദ്ധസാമഗ്രികളുള്ള അമേരിക്കയ്ക്ക് യുദ്ധത്തിൻ്റെ അമ്മുണിഷൻ ഉണ്ട തീർന്നു പോയിട്ട് ഇറാനെ നേരിടാൻ പറ്റും. ഇപ്പോൾ ശക്തമായിട്ടുള്ള രാജ്യം മിലിറ്ററിയുടെ ഭാഷയിൽ പറയുകയാണ് ഇറാനാണ്. രണ്ടാം ലോകയുദ്ധത്തിൽ അണുബോംബ് അമേരിക്കയ്ക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അമേരിക്ക ഒരു സൂപ്പർ പവർ ആവുകയില്ലായിരുന്നു. അത് ഹിറ്റ്ലറിൻ്റെ വകതിരിവുകൊണ്ടാണ് അത് അമേരിക്കയുടെ കൈകളിലെത്തിയത്. ഈ അല്ലാത്ത ഏത് യുദ്ധത്തിലും ജയിക്കാൻ അമേരിക്കയ്ക്ക് അത്രയും പ്രാപ്തിയില്ല, അത്രയുള്ള സ്ട്രാറ്റജി അല്ലെ അവർക്കൊരു ദീർഘവീക്ഷണമില്ല. അതാണ് കൊറിയൻ യുദ്ധത്തിലും വിയറ്റ്നാം യുദ്ധത്തിലും ഒക്കെ അവർ പരാജയപ്പെട്ടു പോയത്. ഇനി സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ഒരു കുടുംബത്തിലായാലും മക്കൾ തമ്മിൽ, സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും റിലേറ്റീവ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും എല്ലാം ഒരു റിലേഷൻഷിപ്പ് ശ്വാസമല്ല. മാക്സിമം പോയാൽ 50, 60, 70 കൊല്ലമേ ഓരോന്നും നിലനിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും പഴയ ശത്രുക്കൾ മിത്രമാവും, പഴയ മിത്രങ്ങൾ ശത്രുക്കളും ആവും. ഇപ്പം ബംഗ്ലാദേശിനെ നമ്മൾ മോചിപ്പിച്ച അവർ നമ്മുടെ ശത്രുവായില്ല പിന്നീട് 50 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളും ഇറാനും അധികം താമസമൊന്നും വേണ്ട, മേ ബി 10 മാക്സിമം, എനിക്ക് തോന്നുന്നൊരു 10 വർഷമായിരിക്കും, അതൊന്നുമല്ല, അല്ലെ 20, 30, 40 വർഷമായിരിക്കും. പക്ഷേ ഇറാൻ്റെ കുടക്കീഴിൽ എല്ലാ രാജ്യങ്ങളും വരും. ഗൾഫ് രാജ്യങ്ങളും അല്ല ഇനി ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിന്നാലേ രക്ഷയുള്ളതെന്ന് കണക്കാക്കി ഇറാൻ്റെ നേതൃത്വത്തിലായിരിക്കും ഒരു ഇസ്ലാമിക് സഖ്യം ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ഗൾഫ് മേഖലയിലുള്ളത് ഇറാഖ്, തുർക്കി, ഇങ്ങനെയുള്ള അസർബൈജാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ മുസ്ലിം രാജ്യങ്ങൾ ഏഷ്യയുടെ യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് കിടപ്പുണ്ട്. ഇവരെല്ലാം ഒന്ന് ചേർന്ന് ഒരു ഇസ്ലാമിക് മിലിറ്ററി ഫോഴ്സ് ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാലത്തെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. അവർ ഇപ്പം ഇറാൻ്റെ പ്രോക്സി ആൾക്കാരാണ് ഹമാസ്, ഹെസ്ബോള്ള, പിന്നെ നമ്മുടെ യമനിലുള്ള ഹൂത്തികൾ. ഇതേപോലെ ലോകത്തെമ്പാടത്തും അവർ അതിർത്തിയിൽ നിന്ന് വ്യാപിപ്പിക്കും അവരുടെ പ്രോക്സി ഫോഴ്സസ്. നമ്മുടെ കാശ്മീരിലും എത്തും, അതേപോലെയുള്ള മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും എത്തും. എന്നുവെച്ചാൽ ഇറാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നുവെച്ചാൽ അവരുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളുടെ അമേരിക്കൻ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവരുടെ ദീർഘവീക്ഷണം